का यहाँ पे हाँ डिपार्टमेंट मेरा नहीं वो घूमने के लिए आएगा. ഉക്രൂരിലെ രണ്ടാമത്തെ പ്രഭാതമാണിത്. ഇന്നലെ എനിക്ക് ജസാമിലേക്ക് പോകാൻ സാധിച്ചില്ല. ജസാമിലേക്കുള്ള ബസ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആ റൂട്ടിൽ ടാക്സി ഓടുന്നില്ലെന്നാണ് മനസ്സിലായത്. ഇന്നലെ ഗംഗോജിലുള്ള മ്യാൻമർ അഭ്യർത്ഥി ക്യാമ്പും ഉക്രൂരിലെ പല ഗ്രാമങ്ങളും കണ്ടു തീർക്കുകയായിരുന്നു. ഇന്നിനി ബസ് കിട്ടുമെന്ന് നോക്കണം. ഒരു ദിവസം കൊണ്ട് ഉക്രൂരിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കയ്യിലുണ്ട്. ഗ്രൗണ്ട് എന്ന് വിളിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ടാക്സി കൗണ്ടറുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കൂടുതലും. രാവിലെ തന്നെ മാംസ മാർക്കറ്റൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പന്നിയിറച്ചിയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ദേശീയ ഭക്ഷണമെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. എവിടെ ചെന്നാലും ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടുതലായി അനുഭവപ്പെടാറുണ്ട്. ഇതാണ് ഗ്രൗണ്ട്. ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമാണ്. 1897 മണിപ്പൂരിലെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നത്. തായ്വരയിൽ മിഷനറി പ്രവർത്തനം വൈഷ്ണവ വിശ്വാസികൾ തടഞ്ഞപ്പോഴാണ് റവറൻറ്റ് വില്യം പെറ്റിക്കു കുന്നുകയറി ഇവിടെ എത്തുന്നത്. അദ്ദേഹമാണ് ഗോത്രജനങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം എത്തിക്കുന്നത്. റോഡിനപ്പുറമാണ് ടാക്സി കൗണ്ടർ ഉള്ളത്. ഇന്നലെ ഞാനവിടെ പോയിരുന്നു. समय जाने के लिए आपको मिलेगी गाड़ी, कल भी मिलेगी. बस के अलावा ये पहले टैक्सी चलते थे. ജസാമിലേക്ക് പോകാൻ നിർവാഹമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബസ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ആ റൂട്ടിൽ ടാക്സി ഓടുന്നില്ല. സർക്കാർ സർവീസുകൾ ഇപ്പോൾ ജസാമിൽ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടുത്തുകാർക്ക് ഉക്രൂർ വഴി ഇംഫാലിലേക്ക് വരേണ്ട കാര്യമില്ല. ഇന്നലെ പരയിൽ നിന്നായി ഇങ്ങനൊരു സൂചന ലഭിച്ചിരുന്നു. 2 മാർഗമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ ഇംഫാലിൽ തിരിച്ചുപോയി മാവോ ഗേറ്റ് വഴി ജസാമിൽ പോകണം, അല്ലെങ്കിൽ നാളെ കൊഹിമയിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്യണം. എന്തായാലും ഒന്നുകൂടി അന്വേഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. शाम 3:30 बजे 4 बजे वो वापस नहीं आ पाएंगे. और जो गाड़ी उधर ही गई कल सोमवार जो गई है वो कल रात उधर सोया हुआ. आज में अभी इम्फाल के लिए आ रहे हैं. ठीक है. कल में आज में इम्फाल में बैठेंगे, उसके बाद कल सुबह चले आएंगे. यहीं पर रुकेगा. ठीक है. 9 साढ़े 9 बजे सफर इंतजार कीजिएगा. आज नहीं है. आज में तो नहीं, रोज नहीं होता है. एक रोज डिपार्टमेंट मेरा नहीं वो घूमने के लिए आएगा. टूरिस्ट है. दीमापुर इधर से कितना दूर है? दिमापुर कितना घंटा है? 5-6 घंटा 7 घंटा जैसा. दिमापुर के लिए तो डेली मिलता है. हाँ डेली मिलता है. ओके താങ്ക് യു. ഇദ്ദേഹം പറഞ്ഞതും സമാനമായ കാര്യങ്ങളാണ്. ദീമാപൂരിലേക്കുള്ള ടാക്സി പിടിച്ചാൽ കോഹിമ ചെന്നിറങ്ങാം. ജസാമി ഉപേക്ഷിച്ച് കോഹിമയിലേക്ക് വണ്ടി കയറേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി ഇംഫാലിലേക്ക് തിരിച്ചു പോകാൻ വയ്യ. ഇവരെല്ലാം ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണ്. ഈ സ്ത്രീകളൊക്കെ തങ്കൂലുകളാണെങ്കിലും കാഴ്ചയിൽ മെയ്തേയ് സ്ത്രീകളാണെന്ന് തോന്നിക്കും. തങ്കൂലുകളെ നാഗയായി നാഗ ഗ്രൂപ്പുകൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് തങ്കൂലുകൾ മെയ്തേയ് ഉപഗോത്രമാണെന്നാണ്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും തങ്കൂലുകൾ മെയ്തേയ് ജനതയുടെ സൗഹാർദ്ദത്തോടെ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാന കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തായ്വരയിലെ ഇമാകേദാൽ മാതൃകയിൽ ഇവിടെയും സ്ത്രീകൾ നടത്തുന്ന മാർക്കറ്റുണ്ട്. വിൽപ്പനക്കാരൊക്കെ സ്ത്രീകൾ തന്നെയാണ്. ഒരു പക്ഷേ മെയ്തേയ് കൾച്ചറിൻ്റെ തുടർച്ചയാകും ഇവിടെയും സംഭവിക്കുന്നത്. അതാകാം നാഗകൾ ഇവരെ അപരന്മാരാക്കി നിർത്തുന്നത്. തങ്കൂലുകളും നാഗകളും ക്രിസ്ത്യാനികളാണ്, മെയ്തേയ്കൾ ഹിന്ദുക്കളും. ഇത് മാത്രമാണ് വ്യത്യാസമുള്ളത്.
കുറച്ചധികം പേരോട് സംസാരിച്ചപ്പോഴും മനസ്സിലായത് ജസാമിലേക്ക് വാഹനമൊന്നും അറ്റ കൈക്ക് വേണമെങ്കിൽ വല്ല ആർമിക്കാരുടെ വാഹനം വരുവാണെങ്കിൽ അതിൽ കൈ കാണിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊഹിമയിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഗ്രൗണ്ടിൽ ഫുട്ബോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ മണിപ്പൂർ ധാരാളം കളിക്കാരെ സംഭാവന ചെയ്യാറുണ്ട്. വംശീയ കലാപങ്ങൾ നിരന്തരം നടക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പരിമിതമായ മണിപ്പൂരിൽ നിന്നും എങ്ങനെയാണ് താരങ്ങൾ ഉണ്ടാകുന്നതെന്ന് അത്ഭുതമാണ്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ഫുട്ബോൾ ഒരു അതിജീവനത്തിലുള്ള മാർഗമായിരിക്കും. Actually, I want to go Jessame, but not time. Okay. അസ്തമയിക്കാറായിട്ടുണ്ട്. 2 ദിവസമായി ഞാൻ ടാക്സി കൗണ്ടറിൽ ചെല്ലുന്നുണ്ട്, ജസാമിലേക്കുള്ള ടാക്സിയും അന്വേഷിച്ചുണ്ട്. പക്ഷെ ഒരിക്കലും ടാക്സി എടുത്തിട്ടില്ല. എൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സംശയം ബാക്കിയുണ്ട്. ആർക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാകും. എന്തായാലും ഒരു സൈഡ് സീറ്റ് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീളുന്ന യാത്രയിൽ വിൻഡോ സീറ്റ് ഇല്ലെങ്കിൽ ശരിക്കും മടുത്തു പോകും. Sorry. नाम Sharif. शरीफ. Yeah. Kohima. कोहिमा. Okay. Number seat number 3. सीट नंबर 3. ड्राइवर का साथ है विंडो सीट है. ठीक है. ये खिड़की. ഉക്രൂൽ അത്ര ചെറുതല്ലാത്തൊരു പ്രദേശമാണ്. അടുത്ത കാലത്ത് വരെ അണ്ടർഗ്രൗണ്ട് നാഗ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു ഇവിടെയൊക്കെ. അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരുതരം മിലീഷ്യകളാണത്. കൃത്യമായി പറഞ്ഞാൽ നാഗാലാൻഡിലും ഭാഗങ്ങളിലൊക്കെ ഒരു പാരലൽ ഗവൺമെൻറ്റാണ് ഇത്തരം സായുധ ഗ്രൂപ്പുകൾ. ഓരോ മനുഷ്യരിൽ നിന്നും നാഗാ ഗ്രൂപ്പുകൾ നികുതിയൊക്കെ വാങ്ങിക്കും. ഇത്തരം ഗ്രൂപ്പുകളുടെ ചരിത്രത്തിന് സ്വാതന്ത്ര്യത്തോളം പഴക്കമുണ്ട്. ഒരു സ്വതന്ത്ര നാഗാരാജ്യമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ സർക്കാർ ബലമായിട്ടാണ് നാഗാലാൻഡിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. ഒരു ടിപ്പിക്കൽ തങ്കുൽ നാഗ. ഈ കൗബോയ് തൊപ്പി അവരുടെ ഐഡൻറ്റിറ്റിയാണ്. Gandhi Chowk. Yeah. Yeah, Gandhi Chowk. Yeah. You just ask there. Okay. We're gonna get the Jessame bus. But now, I don't think Okay. tomorrow. Tomorrow. Okay. Tomorrow. Thank you. ജസാമിലേക്ക് ബസ്സുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. ഡിന്നർ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സിൽ ഒതുക്കണം.